ഈ സിനിമയിലുടനീളം കഥാപാത്രങ്ങൾക്ക് പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഹീറോ എന്നും ഹീറോയിൻ എന്നുമൊക്കെ വിശേഷിപ്പിക്കാം. ഹീറോയും ഹീറോയിനും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കെ ഒരു രാത്രിയിൽ പുറത്ത് വലിയൊരു ശബ്ദം ഹീറോ കേട്ടു. ഹീറോ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കിയപ്പോൾ മൊത്തത്തിൽ വലിയ പ്രകാശവും ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുന്നതും ഒക്കെയും കാണാമായിരുന്നു. അതായിരുന്നു ആ സംഭവത്തിന്റെ തുടക്കം. അന്ന് നടന്ന ആ അത്യാപത്ത് ലോകത്തിലെ ഒരുപാട് ജനങ്ങളുടെ ജീവനെടുത്തു. ജീവിവർഗങ്ങളെ കൊന്നൊടുക്കി. അത് കണ്ട ഹീറോ വേഗത്തിൽ മുറിയിലേക്ക് വന്ന് ബാത്ടബിൽ വെള്ളം നിറച്ചു വെച്ചു. ഹീറോയിൻ എഴുന്നേറ്റ് വന്നിരുന്നു. പുറത്ത് കാട്ടുതീ പടർന്നു പിടിക്കുന്നെന്നും ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു എന്നും ഹീറോ അവളോടായി പറഞ്ഞു. അന്നത്തെ ആപത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. കുറച്ചു നാളുകൾ കഴിഞ്ഞ് ഹീറോയിന് പ്രസവം അടുത്തിരുന്നു. മുമ്പ് നടന്ന ദുരന്തത്തിൽ ആ പ്രദേശത്തുള്ള ഭൂരിഭാഗം പേരും മരണപ്പെട്ടതോടെ പ്രസവം നോക്കാൻ പോലും ആളുണ്ടായിരുന്നില്ല. ഹീറോ ആയിരുന്നു ഹീറോയിന്റെ പ്രസവം നോക്കിയത്. ഒടുവിൽ അവർക്ക് സുന്ദരനായ ഒരു ആൺകുച്ചും പിറന്നു. വർഷങ്ങൾ കടന്നുപോയി. അവിടെ ബാക്കിയായി ജീവിച്ച ഓരോരുത്തരും വിശപ്പിനാലും ഒന്നുമില്ലാത്തതിനാലും ചുറ്റുപാടുമുള്ള അവസ്ഥകൾ കൊണ്ടും പതിയെ പതിയെ ആത്മഹത്യ ചെയ്യുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തു പോന്നു. ഹീറോയുടെയും ഹീറോയിന്റെയും കുട്ടിയുടെയും അവസ്ഥ വളരെ മോശം തന്നെയായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഭക്ഷണം വീതിച്ചു തിന്നൊക്കെ അവർ അത്രയും നാൾ ജീവൻ പിടിച്ചു നിർത്തി. പക്ഷെ ഇനിയും അങ്ങനെ തുടരാൻ സാധ്യമായിരുന്നില്ല. ആകെ അവരുടെ പക്കൽ അവശേഷിച്ചത് തോക്കും 3 ബുള്ളറ്റും മാത്രമായിരുന്നു. ഒരു അവസ്ഥയും ഇല്ലെന്ന് വന്നാൽ പരസ്പരം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യാൻ അവർ കരുതി വെച്ചതായിരുന്നു അത്. ആ സമയത്താണ് ഒരു കടന്നുകയറ്റക്കാരൻ വരുന്നത്. ഹീറോയ്ക്ക് അതിലൊരു ബുള്ളറ്റ് അയാളെ ആക്രമിക്കാൻ ചിലവഴിക്കേണ്ടി വന്നു. അത് ഹീറോയിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. തന്നെ ആത്മഹത്യ ചെയ്യാൻ അനുവദിക്കാതിരിക്കാനല്ലേ ആ ബുള്ളറ്റ് ചിലവഴിച്ചത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ഹീറോയിൻ തനിക്കിനിയും പട്ടിണിയും പരിവട്ടവുമായി ഇങ്ങനൊരു ജീവിതം തുടരാൻ സാധിക്കില്ല എന്ന് ഹീറോയോട് പറഞ്ഞു. മോനെ നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞ അവർ തന്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചുവെച്ച് കടുത്ത തണുപ്പുള്ള പുറത്തെ കാടിനുള്ളിലേക്ക് നടന്നു നീങ്ങി. പിന്നീടൊരിക്കലും അവരെ ആരും തിരികെ കണ്ടിട്ടില്ല. അവർ ആത്മഹത്യ ചെയ്തിരിക്കണം. ഇതേ സമയം പുറം ലോകം മുഴുവൻ ഇരുളടഞ്ഞ പോലെ ഒന്നുമില്ലാത്ത പോലെ ആയി കഴിഞ്ഞിരുന്നു. എങ്ങും വിജനതയാണ്. മൊത്തത്തിൽ ലോകം നശിച്ചുപോയിരിക്കുന്നു. മനുഷ്യനൊഴികെ മറ്റ് ജീവജാലങ്ങളെ ഒന്നും തന്നെ കാണുവാനില്ല. പച്ചപ്പടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ ഇടത്ത് തുടർന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയ ഹീറോ തന്റെ മകനെയും കൂട്ടി ആവശ്യ സാധനങ്ങൾ ഒരു കാർട്ടിലുമാക്കി യാത്ര തുടങ്ങിയിരുന്നു. സമുദ്രഭാഗത്തേക്ക് പോകാം, അവിടെ പച്ചപ്പും തങ്ങൾക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചായിരുന്നു അവരുടെ യാത്ര തുടങ്ങിയത്. യാത്ര ചെയ്യാൻ വാഹനങ്ങളോ ഒന്നുമില്ലാത്തതുകൊണ്ട് കാൽനടയായിട്ടായിരുന്നു യാത്ര. ഈ സമയം ഹീറോയുടെ വോയിസ് ഓവർ കേൾക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ലോകം ശാന്തമായിരുന്നു, സുന്ദരമായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ എല്ലാം നശിച്ചിരിക്കുന്നു. ആളുകൾ ജീവൻ നിലനിർത്താൻ പോലും ഒന്നുമില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഞങ്ങൾ വയറു നിറയെ എന്തെങ്കിലും കഴിച്ചിട്ട് പോലും വർഷങ്ങളായി. എത്ര നാൾ ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊരു ഉറപ്പുമില്ല. യാത്രയ്ക്കൊടുവിൽ രാത്രിയിൽ ഒരിടത്തവർ തമ്പടിച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞതും അടുത്തായി വലിയ തോതിൽ ചൂടടിക്കാൻ ആരംഭിച്ചു. ശബ്ദവും കേൾക്കുന്നുണ്ട്. അവർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അകലെയുള്ള കാട് കാട്ടുതീയാൽ എരിയുകയാണ്. ഇനിയും അവിടെ തുടർന്നാൽ ശരിയാവില്ല എന്ന് കണ്ടതും ഹീറോയും കുട്ടിയും അവിടെ നിന്നും യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ദൂരെയായി അവരൊരു ഫാം കണ്ടു. എന്തെങ്കിലും കഴിക്കാൻ അവിടെ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷിച്ച് അവരങ്ങോട്ടേക്ക് ചെന്നു നോക്കി. പക്ഷെ ആ ഫാമിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടുള്ളവർ തന്നെ പട്ടിണിയിലും പരിവട്ടത്തിലും പെട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞിരുന്നു. ആത്മഹത്യ ചെയ്തു കിടക്കുന്ന അവരെ കണ്ടതും കുട്ടി ആകെ ഷോക്കാവുന്നുണ്ട്. അന്നും അവർക്ക് അവിടെ നിന്നും ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. രാത്രിയിൽ ഒരു കാറിനുള്ളിൽ അവർ കയറിക്കിടന്ന് വിശ്രമിച്ചു. കുറച്ചു സമയം കഴിഞ്ഞതും പുറത്ത് വലിയൊരു ട്രക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ആ ശബ്ദം കേട്ടതും ഹീറോ അപകടം മണത്തു. തന്റെ മകനെയും കൂട്ടി ഒളിച്ച് അവിടെ നിന്നൊരിടത്തേക്ക് ഹീറോ കടന്നു നിന്നു. തോക്കും അയാൾ കയ്യിൽ പിടിച്ചിരുന്നു. മറഞ്ഞിരുന്ന് ഹീറോ നോക്കാൻ ആരംഭിച്ചു. ഹീറോ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നതെന്നല്ലേ അതിനൊരു കാരണമുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു ട്രക്കിലായി കുറച്ചാളുകൾ കടന്നു വരുന്നുണ്ടായിരുന്നു. അവരുടെ പക്കൽ ആയുധങ്ങളൊക്കെയുണ്ട്. ഭക്ഷണമില്ലാതായ ലോകത്ത് ജീവൻ നിലനിർത്താൻ മനുഷ്യരെ വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നുന്ന നരഭോജികളായിരുന്നു അവർ. അവരെ ഭയന്നായിരുന്നു ഹീറോ മറഞ്ഞിരുന്നത്. പക്ഷേ കാടിനകത്തേക്ക് വന്ന ആ കൂട്ടത്തിലെ ഒരുവൻ കുട്ടിയെ കണ്ടിരുന്നു. കുട്ടിയെ കടന്നുപിടിച്ച് കൊല്ലാനായി അവൻ കത്തിവെച്ചു നിന്നു. ഹീറോ അത് കണ്ട് വല്ലാതെ ഭയന്നിരുന്നു. തോക്കെടുത്ത് നീട്ടിയെങ്കിലും വെടിവെക്കാൻ ഹീറോ ഭയന്നു നിന്നു. വെടിയൊച്ച കേട്ടാൽ ആ കൂട്ടം മൊത്തമായി അങ്ങോട്ടേക്ക് എത്തും. എന്ത് ചെയ്യണം എന്ന് ഹീറോക്കൊരു പിടുത്തവും കിട്ടിയില്ല. കീഴടങ്ങാൻ ആ നരഭോജി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ ഹീറോ ഒട്ടും മടിച്ചില്ല. കുട്ടിയെ പിടിച്ചുവെച്ചവനെ വെടിവെച്ചു കൊന്നു. ശേഷം തന്റെ മകനെയും എടുത്ത് കാടിനകത്തുകൂടി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. വെടിശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നരഭോജികൾ എത്തിയെങ്കിലും ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ഹീറോയ്ക്ക് സാധിച്ചിരുന്നു. ഓടിയോടി ഒടുവിൽ അവർ സുരക്ഷിതരായി. പക്ഷേ വിശപ്പ് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. നഗരത്തിലേക്ക് വന്ന് അവിടുത്തെ ഓരോ
ഓരോ കടയും വീടും കയറിയിറങ്ങി തിരഞ്ഞ് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നവർ നോക്കാൻ തുടങ്ങി. ഒടുവിലാകെ കിട്ടിയത് ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ ബോട്ടിലായിരുന്നു. പരസ്പരം അത് ഷെയർ ചെയ്തു കുടിച്ച് തൽക്കാലത്തേക്ക് അവർ വിശപ്പടക്കി. ഏറെ വിജനമായ നശിച്ചുപോയ ആ നഗരത്തിലൂടെ തന്റെ മകനെയും കൂട്ടി ഹീറോ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദൂരത്തിലായൊരു ട്രക്ക് കണ്ടു. അന്ന് രാത്രി അതിൽ ചെലവഴിച്ചാലോ എന്ന് ഹീറോ ചിന്തിച്ചു. ബൈനോക്കുലർ വെച്ച് നോക്കി അപകടമൊന്നുമില്ല എന്നുറപ്പിച്ച ഹീറോ അങ്ങോട്ടേക്ക് മകനുമായിട്ടെത്തി. ആ ട്രക്കിൽ കഴിയാൻ തുടങ്ങി. രാത്രിയിൽ ഹീറോയ്ക്ക് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ഭാര്യയെപ്പറ്റി ഓർത്തോർത്ത് കിടന്നു. എങ്ങനെയെങ്കിലും അതിജീവിക്കാം എന്നയാൾ ഭാര്യയോട് പറഞ്ഞതായിരുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതാണല്ലോ അവൾ തന്റെ വിധി സ്വയം തീരുമാനിച്ചത്. ഹീറോയെ അതപ്പോഴും ദുഃഖിപ്പിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസവും അവർ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ ഒരു കാട്ടുവഴിയിലൂടെ പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടം അവർ കാണുകയാണ്. അത്തരത്തിൽ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ കണ്ടിട്ട് പോലും അവരൊരുപാട് നാളുകളായിരുന്നു. രണ്ടുപേരും സന്തോഷത്തോടെ അന്ന് ആ വെള്ളച്ചാട്ടത്തിൽ ആർത്തുകുളിച്ചു. ശേഷം വീണ്ടും യാത്ര തുടർന്നു. കാടിനുള്ളിലൂടെയുള്ള യാത്രക്കിടയിൽ കാടിനകത്തായി വലിയൊരു ബംഗ്ലാവ് അവർ കാണുകയാണ്. ആ ബംഗ്ലാവിനകത്ത് തങ്ങൾക്കാവശ്യമായി എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടാകും, തങ്ങാൻ സാധിച്ചേക്കും എന്നുമൊക്കെ പ്രതീക്ഷിച്ച് ഹീറോ മകനെയും കൂട്ടി അങ്ങോട്ടേക്ക് ചെന്നു. വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. വീടിനകത്തൊക്കെ നോക്കിയെങ്കിലും തിന്നാനും കുടിക്കാനുമൊന്നും അങ്ങ് കാണുന്നുമില്ല. അങ്ങനെ മുമ്പോട്ട് നോക്കി നടക്കുമ്പോഴാണ് ആ വീട്ടിലെ ബേസ്മെന്റ് ഹീറോയുടെ കണ്ണിൽ പെടുന്നത്. സാധാരണ അങ്ങനെയുള്ള വീടുകളിൽ വിലപ്പെട്ട വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കപ്പെടുക ബേസ്മെന്റിലായിരിക്കും. ബേസ്മെന്റ് തുറന്നു നോക്കാൻ ഹീറോ ശ്രമം ആരംഭിച്ചു. ബേസ്മെന്റ് തുറക്കാൻ ആയുധങ്ങൾ വല്ലതും കിട്ടുമോ എന്നറിയാൻ ഹീറോ പുറത്തേക്കിറങ്ങി. കൂട്ടത്തിൽ മകനുമുണ്ട്. പുറത്തിറങ്ങിയതും അവിടുത്തെ വലിയ അടുപ്പുകളും ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും ഒക്കെ കാണുന്നതും മകന് ചില സംശയങ്ങളും അപകട സാധ്യതയും ഒക്കെ തോന്നുന്നുണ്ടായിരുന്നു. അവിടെ സേഫ് അല്ല എന്ന് മകൻ ഹീറോയോട് പറഞ്ഞെങ്കിലും ഹീറോ അതൊന്നും ചെവികൊണ്ടില്ല. ഹീറോ പോയി നേരെ ബേസ്മെന്റിന്റെ വാതിലുടച്ചു. ബേസ്മെന്റിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കടന്ന് ഭക്ഷണം പ്രതീക്ഷിച്ചെത്തിയ അവർ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. കുറെ മനുഷ്യർ വസ്ത്രം പോലുമില്ലാതെ ബന്ദികളായി ഇടപെട്ടിരിക്കുന്നു. എല്ലും തോലുമായ ഒരുപാട് മനുഷ്യർ. അവർ എഴുന്നേറ്റ് ഹീറോയെയും മകനെയും അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. ഹീറോയും മകനും കൂടി അതോടെയോടെ പുറത്തു ചാടുകയാണ്. ബേസ്മെന്റിൽ നിന്ന് അവർ പുറത്തെത്തിയതും പുറമേയതാ കുറച്ചാളുകൾ തോക്കുകളും മറ്റുമായി നടന്നു വരുന്നു. അതാ നരഭോജി സംഘമായിരുന്നു. അപ്പോഴാണ് അത് നരഭോജി സംഘത്തിന്റെ വീടാണ് എന്ന് ഹീറോയ്ക്കും മകനും മനസ്സിലാകുന്നത്. അവരാകെ കുടുങ്ങിപ്പോയി. എന്തു ചെയ്യണമെന്നൊരു പിടുത്തവുമില്ല. ഹീറോയും മകനും ഓടി അവിടുത്തെ ഒരു മുറിയിൽ കയറി ഒളിച്ചു. അവർ പിടിക്കപ്പെടും എന്നൊരു ഘട്ടം പോലും കടന്നു വന്നിരുന്നു. തന്റെ മകനെ വെടിവെച്ചു കൊല്ലാൻ അയാൾ റെഡിയായി നിന്നു. പക്ഷെ പെട്ടെന്ന് ബന്ദിയായിട്ടുള്ളവർ രക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ നരഭോജികൾ അവരുടെ പിന്നാലെ ഡിസ്ട്രാക്ട് ആയി ചെല്ലുകയാണ്. ആ നിമിഷം മുതലെടുത്ത് ഹീറോയും മകനും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടന്നു. അന്ന് രാത്രിയിൽ ഒരിടത്ത് തമ്പടിച്ച് പ്രാണികളെ ചുട്ടുനിന്ന് അവർ വിശപ്പടക്കി. ആ സമയം മകൻ ഹീറോയോട് ചോദിച്ചു, അച്ഛാ, അവര് വിശപ്പിന് മനുഷ്യരെ പിടിച്ചു കൊന്നു തിന്നുന്നുണ്ടല്ലോ, നമുക്കും അതുപോലെ ചെയ്താലെന്താ? ഹീറോ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മോനെ. ചിലപ്പോ വിശപ്പ് കൊണ്ട് നമ്മൾ നട്ടം തിരിയും, മരിച്ചു പോയെന്നും വരാം. എന്നാലും ഒരു മനുഷ്യനെ കൊന്നു തിന്ന് ജീവിക്കാൻ നമ്മൾ ഒരുങ്ങരുത്. അടുത്ത ദിവസം അവർ യാത്ര തുടർന്നു. ഒരു വീട്ടിലെത്തി. ഹീറോ പറഞ്ഞു, ഈ വീട്ടിലാ ഞാൻ ജനിച്ചു വളർന്നതൊക്കെ. മകൻ വീട് ചുറ്റിക്കാണുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഒരു പയ്യൻ എത്തി നോക്കുന്ന പോലെ അവന് തോന്നി. അവൻ പുറത്തേക്കൂടി, അച്ഛാ, ദവിടെ ഞാനൊരു കൊച്ചിനെ കണ്ടു എന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെല്ലാൻ തുടങ്ങി. ഹീറോ ഓടിച്ചെന്ന് മകനെ പിടിച്ചു. മോനെ, അത് വിശന്നിട്ട് നിനക്ക് തോന്നുന്ന വെറും ഭ്രമങ്ങൾ മാത്രമാണ്. അതൊന്നും സത്യങ്ങളല്ല. ഒരിക്കലും അങ്ങനെ കാണുന്ന കാഴ്ചകളുടെ പിന്നാലെ ഓടരുത്. ക്ഷമയോടെ കാര്യങ്ങൾ നിരീക്ഷിക്കണം. അവർ വീണ്ടും തങ്ങളുടെ യാത്ര തുടർന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരിടത്ത് മഞ്ഞ് പെയ്യാൻ ആരംഭിച്ചിരുന്നു. അന്നവർ ഒറ്റപ്പെട്ട് കിടന്ന ഒരു വീട്ടിൽ അഭയം തേടി. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് വരുമ്പോൾ വീടിന് പുറത്തായി ഒരു ബങ്കർ അവർ കാണുകയാണ്. ഭയത്തോടെയാണെങ്കിലും ആ ബങ്കർ അവർ തുറന്നകത്തു കടന്നു ചെന്നു. ആ കാഴ്ച കണ്ട് ഹീറോ ഞെട്ടിയിരുന്നു. കുറെ മാസങ്ങളിലേക്ക് ജീവിക്കാൻ വേണ്ട ഭക്ഷ്യവസ്തുക്കൾ അത്രയും ആ ബങ്കറിനകത്തുണ്ടായിരുന്നു. ഹീറോയ്ക്ക് സന്തോഷമടക്കാൻ സാധിച്ചില്ല. ബങ്കറിനകത്ത് കടന്ന് ബങ്കർ അകത്തു നിന്നടച്ച് വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കുറച്ചു ദിവസങ്ങൾ അവർ അവിടെ തള്ളി നീക്കി. തൊട്ടടുത്ത് വീടുള്ളതുകൊണ്ട് ഭക്ഷണമെടുത്ത് കുക്ക് ചെയ്ത് വരെ അവർ കഴിക്കുക പോലും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവർ ബേസ്മെന്റിനുള്ളിലായിരുന്നപ്പോൾ ബേസ്മെന്റിന് മുകളിൽ നായ കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ഹീറോ മകനോട് ഒച്ചയുണ്ടാക്കരുതെന്ന് പറഞ്ഞു. മോളൊരു നായയല്ലേ കുരയ്ക്കുന്നേ? ഇവിടെ മൃഗങ്ങളെയൊന്നും കാണാറില്ലല്ലോ, നമുക്കതിനെ പിടിച്ചാലോ എന്ന തരത്തിൽ മകൻ ചോദിച്ചപ്പോ ഹീറോ പറഞ്ഞു, നായുണ്ടെങ്കിൽ ഉറപ്പായും അതിന്റെ കൂടെ ഒരാളും കാണും. അപകടമാണ്, മിണ്ടാതെ ഇവിടെ ഇരിക്കാം. പിന്നാലെ നായയുടെ ശബ്ദമൊഴിഞ്ഞ് കാര്യങ്ങളൊന്നും നോർമലായി എന്ന് തോന്നിയതും മകനുമായി ഹീറോ പുറത്തു ചാടി. ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഒരു ഉന്തുവണ്ടിയിലെടുത്ത് അവിടെ നിന്ന് അവർ വീണ്ടും യാത്രയാരംഭിച്ചു. അവിടെ തുടർന്നാൽ അപകടമാണോ എന്നവർ ഭയന്നിരുന്നു. വീണ്ടും അവർ മുമ്പോട്ട് യാത്ര തുടർന്നു.
യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ചൊരു വൃദ്ധനെ അവർ കണ്ടുമുട്ടി. കാഴ്ച കുറവുള്ള ആ വൃദ്ധൻ തന്റെ കയ്യിൽ ഒന്നുമില്ല, നിങ്ങൾ എന്തിനാ എന്നെ പിന്തുടരുന്നത് എന്ന് ചോദിച്ച് തന്റെ കെട്ട് താഴേക്കിട്ടു. ആ വൃദ്ധൻ ഏറെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ് എന്ന് മകൻ മനസ്സിലാക്കിയിരുന്നു. അവനുടൻ തങ്ങൾ കൊണ്ടുവന്ന ക്യാൻഡ് ഫുഡിൽ നിന്നൊന്നെടുത്ത് ആ വൃദ്ധന് കൊടുത്തു. അന്ന് വൃദ്ധനും കുട്ടിയും ഹീറോയും ഒന്നിച്ചായിരുന്നു തങ്ങിയത്. അന്ന് താൻ എങ്ങനെ ഒറ്റപ്പെട്ടു, തന്റെ ഫാമിലി എങ്ങനെ ഇല്ലാതായി എന്നതിനെ പറ്റിയൊക്കെ ആ വൃദ്ധൻ വിശദീകരിച്ചു പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ വൃദ്ധൻ മറ്റൊരു വഴിക്ക് പോവുകയായിരുന്നു. എനിക്ക് നന്നായി നടക്കാൻ പോലും പറ്റില്ല, എന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാകും, ഞാനതുകൊണ്ട് വേറെ വഴിക്ക് പൊക്കോളാം, നിങ്ങൾ നിങ്ങളുടെ യാത്ര തുടർന്നോളൂ. വീണ്ടും അവർ യാത്ര തുടർന്നു. പോകുന്ന വഴിയിൽ പെട്ടെന്ന് കുറച്ച് അലർച്ചയും ശബ്ദവും കേട്ടു. മകനെയും കൂട്ടി ഹീറോ ഒളിച്ചിരിക്കുകയാണ്. മറന്നു നിന്ന് അവരാ കാഴ്ച കണ്ടു. നരഭോജികൾ ഒരമ്മയെയും കുഞ്ഞിനെയും ഓടിച്ചിട്ട് വളഞ്ഞു പിടിക്കുന്നു. അവർ പോയെന്നുറപ്പായതും അവിടെ നിന്നോടി അവർ രക്ഷപ്പെട്ടു. അവരുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ താമസിച്ചും മറ്റും യാത്ര തുടരുന്നതിനിടയിൽ ഹീറോയ്ക്ക് വയ്യായിക അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും കടൽക്കരയിലേക്ക് എത്തിച്ചേരുക മാത്രമായിരുന്നു ഹീറോയുടെ ലക്ഷ്യം. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് ഏറ്റവും കഷ്ടപ്പെട്ട് ഒടുവിലവർ കടൽക്കരയിലേക്കും എത്തിച്ചേർന്നു. പക്ഷേ അവിടം ഹീറോ പ്രതീക്ഷിച്ച പോലായിരുന്നില്ല. അവിടവും എല്ലാം തകർന്ന രീതിയിലായിരുന്നു. ആ സമയത്ത് അവിടെ നിരീക്ഷിക്കുമ്പോൾ ദൂരെയായി ഒരു കപ്പൽ തകർന്നു കിടക്കുന്നത് ഹീറോയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കടൽക്കരയിൽ തങ്ങളുടെ കാർട്ടും മറ്റു വസ്തുക്കളും വെച്ച് മകനെ അത് നോക്കാനേൽപ്പിച്ച് ഹീറോ ആ കപ്പലിലേക്ക് നീന്തിച്ചെല്ലാൻ തുടങ്ങി. കപ്പലിൽ നിന്ന് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. കരയിൽ കിടന്നിരുന്ന പയ്യനാകട്ടെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് കത്തിയുമായി ഒരാൾ കടന്നു വന്നു. അയാൾ കുട്ടിയൊന്നും ചെയ്തില്ല, പക്ഷെ അവരുടെ വസ്തുക്കളൊക്കെ മോഷ്ടിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞ് കുട്ടി കണ്ണു തുറന്നു നോക്കുമ്പോ വസ്തുക്കളൊന്നും കാണുന്നില്ല. ആ സമയം കപ്പലിൽ നിന്നും സാധനങ്ങൾ എടുത്ത് തിരികെ ഹീറോ നീന്തിക്കയറി വന്നിരുന്നു. ഒരു ഫ്ലെയർ ഗണ്ണും കുറച്ച് ഡ്രസ്സുമൊക്കെയായിരുന്നു ഹീറോയ്ക്ക് കിട്ടിയത്. മകനെടുത്തെത്തിയപ്പോ തങ്ങളുടെ വസ്തുക്കളൊക്കെ മോഷണം പോയ കാര്യം മകൻ പറഞ്ഞു. അയാൾ ഒരുപാട് ദൂരം പോവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ ഹീറോ മകനെയും കൂട്ടിക്കൊണ്ട് അവിടം തിരയുവാൻ തുടങ്ങി. റോഡിലൂടെ കുറച്ച് മുമ്പോട്ട് പോയതും തങ്ങളുടെ വസ്തുക്കളുമായി പോകുന്ന മോഷ്ടിച്ച വ്യക്തിയെ ഹീറോ കാണുകയാണ്. തോക്ക് ചൂണ്ടി ഹീറോ അയാളെ വിരട്ടി. തന്നെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അയാൾ അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ദേഷ്യം കനത്തു. ആ ലോകത്തുള്ള ആരെയും തന്നെ വിശ്വസിക്കാൻ ആ സമയം ഹീറോയ്ക്ക് സാധിക്കുമായിരുന്നില്ല. തങ്ങളുടെ വസ്തുക്കളും എന്തിനേറെ അയാളുടെ വസ്ത്രമടക്കം ഹീറോ ഊരിവാങ്ങി. ഹീറോയുടെ ക്രൂരത നിറഞ്ഞ ആ പ്രവൃത്തി മകൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അച്ഛൻ ചെയ്തത് തെറ്റാണ് എന്നവൻ പറഞ്ഞപ്പോൾ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റൂ എന്നായിരുന്നു ഹീറോയുടെ മറുപടി. പക്ഷേ മകൻ അയാളോട് ക്രൂരത പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ല. അയാളുടെ വസ്ത്രവും കുറച്ച് ഭക്ഷണവും മകന്റെ നിർബന്ധം കൊണ്ട് ഹീറോക്ക് അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. യാത്ര ചെയ്ത് അവരങ്ങനെ ഒരു നഗരപ്രദേശത്തിലെ വീടുകളുള്ള ഇടത്തേക്കെത്തിയിരുന്നു. അങ്ങോട്ടേക്ക് കടന്നെത്തിയതും ഹീറോയ്ക്കെതിരെ അമ്പുകൾ പാഞ്ഞു വരാൻ തുടങ്ങി. ഹീറോ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഇതിനിടയിൽ ഒരമ്പ് ഹീറോയുടെ കാലിൽ തറച്ചിരുന്നു. ഹീറോ വേദന കൊണ്ട് പൊളഞ്ഞു. എന്നിരുന്നാലും തന്നെ അറ്റാക്ക് ചെയ്യുന്നവനെ കണ്ടെത്താൻ ഹീറോ തിരികെ കയറി. കപ്പലിൽ നിന്ന് കിട്ടിയ ഫ്ലെയർ ഗൺ ഉപയോഗിച്ച് അമ്പെയ്തവനെ ഹീറോ വകവരുത്തി കളഞ്ഞു. അവിടെ അയാളുടെ കൂടെയുള്ള ഒരു ലേഡിയും ഉണ്ടായിരുന്നു. ലേഡി ഹീറോയെ കണ്ട് ഭയന്നു നിന്നു. നരഭോജികളാണ് എന്ന് കരുതിയാണ് തങ്ങൾ ഷൂട്ട് ചെയ്തത്, ഒന്നും ചെയ്യരുതെന്ന് അപേക്ഷിച്ചു. ആ ലേഡിയെ വെറുതെ വിട്ട് അതോടെ ഹീറോ മകനുമായി പോരുകയാണ്. കാലിൽ അയാൾ അമ്പൂരി മരുന്ന് വെച്ച് കെട്ടി. വീണ്ടും അവർ മുമ്പോട്ട് യാത്ര തുടർന്നു. പക്ഷെ ഹീറോയ്ക്ക് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും അവർ കടൽ തീരത്തെത്തി. അവിടെ വെച്ച് ഇനി ഒരടി പോലും സഞ്ചരിക്കാൻ പറ്റാതെ എല്ലാം കൊണ്ടും അവശതയിലായ ഹീറോ വീഴുകയാണ്. അച്ഛൻ അങ്ങനെ വയ്യാതെ കഷ്ടപ്പെടുന്നത് മകന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അച്ഛന്റെ കൂടെയിരുന്ന് അച്ഛന് വേണ്ടതൊക്കെയും അവൻ ചെയ്തു കൊടുത്തു. പക്ഷേ അതും അധികം നാൾ നീണ്ടുനിന്നില്ല. അവശതയിലായ ഹീറോ വൈകാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത്രനാളും കൂടെയുണ്ടായിരുന്ന അച്ഛന്റെ മരണം മകനെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അച്ഛനെ അവിടെ വിട്ടുപോകാനും അവന് മനസ്സ് വന്നില്ല. അച്ഛന്റെ മൃതശരീരത്തിന് സമീപം അവൻ 2-3 ദിവസങ്ങൾ തുടർന്നു. ഒരു ദിവസം അവന്റെ അടുക്കലേക്ക് തോക്കേന്തിയ ഒരാൾ കടന്നു വന്നു. അത് കണ്ട് ഭയന്ന ആ മകൻ അച്ഛന്റെ തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി, ആരാ നിങ്ങൾ, എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ ആരംഭിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നിന്റെ അച്ഛൻ കൂടി ഉണ്ടായിരുന്നല്ലോ, അയാൾ എവിടെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചു. അച്ഛൻ മരിച്ചുപോയി എന്നവൻ പറഞ്ഞു. ഉടൻ അയാൾ പറഞ്ഞു, അങ്ങനാണോ, നീ എന്റെ കൂടെ വരുന്നോ, എനിക്ക് ഫാമിലിയുണ്ട്, ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് അയാൾ പറഞ്ഞു. അയാളെ വിശ്വസിച്ച ആ കുട്ടി അയാളോടൊപ്പം നടന്നു ചെന്നു. അയാൾ പറഞ്ഞ പോലെ അയാളുടെ മക്കളും ഭാര്യയും നായയും അവിടെ ഉണ്ടായിരുന്നു. അവിടെത്തിയ ആ ലേഡി
ആ കുട്ടിയെ കണ്ടതും സംസാരിച്ചു. നിന്നെ ജീവനോടെ കണ്ടപ്പോഴേ എനിക്ക് സമാധാനമായത്. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് ഞാൻ ഭയന്നിരുന്നു. നീയും അച്ഛനും ഒരു ബങ്കറിൽ ഒളിച്ച് ഭക്ഷണം കഴിച്ച് താമസിച്ചില്ലേ? അത് ഞങ്ങളുടെ വീടും ബങ്കറുമായിരുന്നു. നിങ്ങളവിടുള്ള കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരാതിരുന്നതാണ്. നിങ്ങൾ പോയ വഴിയിൽ ഞങ്ങളും പിന്നീട് നിങ്ങളെ നോക്കി വന്നിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഞങ്ങളുടെ നോട്ടത്തിൽ നിന്ന് മിസ്സായി. നീ ഇനി പേടിക്കണ്ട, നിനക്ക് ഞങ്ങൾ കുടുംബമായുണ്ട്. ഞങ്ങൾ നിന്നെ സംരക്ഷിച്ചോളാം, കുട്ടിയോട് ആ ലേഡി പറഞ്ഞു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. ദ റോഡ് എന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.